11 വരുന്നത് കേബിൾ ട്രേസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇത് എവിടെ എല്ലാ ഇൻഡസ്ട്രിയലും നോൺ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് വെയർ ഹൗസ്, എക്യുപ്മെൻറ്റ് റൂംസ്, കേബിൾ ട്രെഞ്ചസ് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് കേബിൾ ട്രേ നമ്മൾ തീരുമാനിക്കുന്നത്. അത് കേബിൾ ട്രേ യൂസ് ചെയ്യുമ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും അതിന് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ സണ്ണായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സൺഷെയ്ഡ് കവേഴ്സ് കൊടുക്കേണ്ടതാണ്. ആ കവേഴ്സ് കൃത്യമായിട്ട് ട്രേയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഉണ്ടാവണം. അതിന് മാത്രമല്ല അത് പ്രോപ്പർ വെൻറ്റിലേഷൻ ഉള്ള രീതിയിലായിരിക്കണം ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. കേബിൾസ് അതുകൂടാതെ നമ്മുടെ ട്രേയുമായിട്ട് കൃത്യമായിട്ട് ക്ലിപ്പോ ക്ലീറ്റോ സാഡിലോ ഒക്കെ യൂസ് ചെയ്ത് കൃത്യമായിട്ട് അതിലേക്ക് ടൈ ചെയ്യണം. അല്ലെങ്കിൽ കേബിൾ ടൈസ് യൂസ് ചെയ്യാം, പക്ഷേ വെർട്ടിക്കലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മൾട്ടി കോർ കേബിൾസിനുണ്ട്. പിന്നെ അതുകൂടാതെ കേബിൾ ട്രേസ് ഫിസിക്കലി ഡാമേജ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാണ്ടിരിക്കുക എന്നും പറയുന്നുണ്ട്. കേബിൾ ട്രേയിൽ ആവശ്യത്തിന് സ്പേസ് ആക്സസിനും ഇൻസ്റ്റാളിങ്ങും മെയിൻറ്റെയിനിങ്ങിനൊക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാനും പറയുന്നുണ്ട്. വെർട്ടിക്കൽ ക്ലിയറൻസ് നോട്ട് ലെസ് ദാൻ 1.5 times the height of the tray എന്ന് പറയുന്നുണ്ട്. ട്രേയിൽ നിന്നുള്ള വെർട്ടിക്കൽ ക്ലിയറൻസ് 1.5 times ഹൈറ്റ് ഓഫ് ദ ട്രേ ആണ് പറയുന്നത്. അല്ലെങ്കിൽ മാനുഫാക്ചർ പറഞ്ഞ റെക്കമെൻഡഡ് ആയിട്ടുള്ള വാല്യൂ ഹൈറ്റ് ആയാലും എടുക്കാം. പിന്നെ കേബിൾ ട്രേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബെൻഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ആക്സസറീസ് പ്രോപ്പർലി യൂസ് ചെയ്യുക. കേബിൾസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കേബിൾ ട്രേയുടെ ഇൻസ്റ്റലേഷൻ കഴിയുക. ഷാർപ്പ് എഡ്ജസ്, ബേർസ് അങ്ങനെയുള്ള പ്രൊജക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് സ്മൂത്ത് സർഫസ് വയ്ക്കുക, അല്ലെങ്കിൽ കേബിളിൽ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. മെറ്റാലിക് കേബിൾ ട്രേസ് ആണെങ്കിൽ കോപ്പർ ലിങ്ക്സ് വെച്ച് ബോണ്ട് ചെയ്യണം. അത് ബോണ്ട് ചെയ്യുന്നത് നമ്മുടെ എർത്ത് കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട്. കേബിൾ ട്രേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കറക്റ്റ് റൂട്ടിംഗ് ഒക്കെ വെച്ച് അതനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ചില കേസുകളിൽ കേബിൾ ട്രേ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന വാൾസ് നമ്മുടെ ഫയർ റേറ്റഡ് വാൾസൊക്കെ ആയിരിക്കും, നമ്മൾ നേരത്തെ സബ്സ്റ്റേഷൻ്റെ കേസൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേബിൾ ട്രേയുടെ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം കൃത്യമായിട്ട് ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള ഒരു സീലൻ്റൊക്കെ വെച്ച് കൃത്യമായിട്ട് സീൽ ചെയ്യേണ്ടതാണെന്ന് കൂടി ഇതിൻ്റെ അകത്ത് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ആർമേഡ് കേബിൾസിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആർമേഡ് കേബിൾസ് നമ്മളൊന്നുമില്ലെങ്കിൽ ഡയറക്റ്റ്ലി ഗ്രൗണ്ടിൽ പറയും, അല്ലെങ്കിൽ ഡക്റ്റ് വഴിയോ, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ട്രെഞ്ച് വഴിയോ, അല്ലെങ്കിൽ വാൾ കൂടെ ക്ലാമ്പ് ചെയ്തോ, അതില്ലാണ്ട് കേബിൾ ട്രേസ്, ഇപ്പോൾ പറഞ്ഞ കേബിൾ ട്രേസ് കൂടെ കൊണ്ടുപോകും. അതിൻ്റെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ ലേയിങ്ങിൻ്റെയൊക്കെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് BS 7671 പ്രകാരമാണ്. ഇപ്പോൾ ബിലോ ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസാണ് ഈ കാണിച്ചേക്കുന്നത്. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെയറിൽ വരുന്ന വാർണിംഗ് ടൈപ്പാണ്. 300 mm ബിലോ വരുന്ന വാർണിംഗ് ടൈപ്പും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഓവർലാപ്പ് വരുന്നുണ്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന് ശേഷമാണ് 900 mm ബിലോയിലാണ് ആർമഡ് കേബിളും. അതിന് മുമ്പായിട്ട് ഏറ്റവും മുകളിലായിട്ടൊരു 150 mm ഒരു സോയിൽ, മറ്റേ മണൽ പോലത്തെ ലെയറും കൂടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നൊരു പിക്ചറാണ് ഈ കാണുന്നത്. ടിപ്പിക്കൽ കേബിൾ റൂട്ട് മാർക്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിക്കായിരിക്കണം നമ്മുടെ അതിൻ്റെ ആ മുകളിലുള്ള എന്താ പറയുക ടൈപ്പൊക്കെ, കോഷൻ ടൈപ്പൊക്കെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. കൃത്യമായുള്ള കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയൊക്കെ നോക്കിയതിന് ശേഷം വേണം കേബിൾ യൂസ് ചെയ്യാൻ. വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കേസുകളും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പും കേബിളിൻ്റെ സൈസൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റൂൾസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ജനറലി അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദുബായ് ബിൽഡിംഗ് കോഡിലും കുറച്ച് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞാനത് വരുമ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആർമേഡ് ആയിട്ടുള്ള കേബിൾസ് യൂസ് ചെയ്യുള്ളൂ. എന്നിട്ട് അതിൽ മെക്കാനിക്കൽ ഡാമേജ് വരാണ്ടിരിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അങ്ങനത്തെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അത് ഓവറോൾ ആ ഫുൾ ലെങ്ത്ത്, കേബിൾ പോകുന്ന അത്രയും ലെങ്ത്ത്, കുഴിച്ചിടുന്ന അത്രയും ലെങ്ത്ത് അത് ചെയ്യണം. റോഡ് വേസ്, ഡ്രൈവ് വേസ്, റോഡ്സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും PVCയുടെ ഡക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ ഹെവി ഡ്യൂട്ടി മാൻ ഹോൾ കവറുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കണം അതിൻ്റെ കേബിൾ റൂട്ട് ചെയ്യേണ്ടത്. ഇതിനും റൂട്ട് മാർക്കേഴ്സും നമ്മൾ ഓരോ 10 മീറ്ററിൽ വെച്ച് കൊടുക്കണം.
ഇപ്പോൾ ഡീവിയേഷൻസ് ആണെങ്കിൽ ഓരോ 2 മീറ്ററിൽ വെച്ച് കൊടുക്കണം. അവിടുത്തെ വോൾട്ടേജ് ലെവൽ കൂടി ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ദുബായ് ബിൽഡിംഗ് കോഡിൽ പ്രകാരം അറബിക്കിലും ഇംഗ്ലീഷിലായിരിക്കണം ആ മാർക്കിംഗ് ഉണ്ടാകുന്നത്. ഹെവി ഡ്യൂട്ടി കോൺഡ്യൂട്ട് ഷാൽ ബി പ്രൊവൈഡ് ഫോർ മോട്ടോർ കണക്ഷൻ. മോട്ടോർ കണക്ഷൻസിന് ഹെവി ഡ്യൂട്ടി കോൺഡ്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ എക്സ്റ്റേണൽ വൈബ്രേഷൻ, മെക്കാനിക്കൽ ഡാമേജ് ഒക്കെ വരാത്ത രീതിയിൽ വേണം അതിൻ്റെ ഇൻസുലേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി. കേബിൾ ട്രേസിലും മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ. ഇനി ടെലികമ്മ്യൂണിക്കേഷൻ കേബിൾസായിട്ട് മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് ആയിട്ടുള്ള ഒരു 100 mm എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ ക്രോസിംഗ് ആയിട്ടൊക്കെ പോകുമ്പോൾ. പിന്നെ കേബിളിൻ്റെ ബെൻഡിങ് റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ 8 times വരെ മാക്സിമം കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ല, മിനിമം വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേബിൾസിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജോയിൻറ്റ്സ് അലൗ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കേബിൾ ബസ് ബേസ് ഒക്കെ വരുമ്പോൾ അത് ഏതെങ്കിലും ഫയർ പാർട്ടീഷൻ വാൾസ് അല്ലെങ്കിൽ ഫയർ റേറ്റഡ് വാൾസ് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ അതിൻ്റെ കൃത്യമായിട്ട് ഗ്യാപ്പ് കൃത്യമായിട്ട് ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള ഫയർ സ്റ്റോപ്പിംഗ് എന്തെങ്കിലും സീലൻ്റ് വെച്ച് തന്നെ സീൽ ചെയ്യണം. പിന്നെ കേബിൾ ഗ്ലാൻസ് യൂസ് ചെയ്യുന്നത് ബ്രാസിൻ്റെ ആയിരിക്കണം. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 6121 പ്രകാരമായിരിക്കണം. അതിൽ എർത്തിങ് ടാഗും ഉണ്ടാവണം. PVC ഷ്രൗഡിങ്ങും ഉണ്ടാവും. കേബിൾ കണ്ടക്ടേഴ്സ് എല്ലാം മെക്കാനിക്കലി ഇലക്ട്രിക്കലി നല്ലതായിരിക്കണം. ടെർമിനൽ ഓർ കംപ്രഷൻ ടൈപ്പ് സോക്കറ്റ് ലെഗ് ആയിരിക്കണം ഇതിൽ യൂസ് ചെയ്യുന്ന ഡിവ അപ്രൂവ്ഡ് ആയിട്ടുള്ള. അതിലും മെക്കാനിക്കൽ സ്ട്രെയിൻ ഉണ്ടാവരുത്. അതായത് ഫുൾ വെയിറ്റ് അതിൽ വന്ന രീതിയിൽ നമ്മുടെ ആ സോക്കറ്റിൻ്റെ ബലത്തിൽ ആ കേബിൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്ത് കണ്ടക്ടർ ഇതിന് യൂസ് ചെയ്യണം. എല്ലാ ഫീഡറിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. സിംഗിൾ കോർ കേബിളിൽ നോൺ ഫെറസ് ആയിട്ടുള്ള ഗ്ലാൻഡിങ് പ്ലേറ്റ് യൂസ് ചെയ്യുന്ന കേസ് പറയുന്നുണ്ട്. ആർമഡ് ആയിട്ടുള്ള കേബിൾസിൽ ആർമഡ് എർത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സിംഗിൾ കോർ കേബിൾസാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ എയർ ബെഞ്ചിൽ കേബിൾസ് പോലെ ട്രെഫൈൽ ഫോർമേഷൻ രീതിയിൽ പോകണം. നമ്മുടെ എലിവേറ്ററോ അല്ലെങ്കിൽ ഹോയിസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേബിൾസ് ഓടിക്കാൻ പാടില്ല. അതിൻ്റേതല്ലാത്ത അതായത് ഹോയിസ്റ്റിൻ്റെയോ എലിവേറ്ററിൻ്റെ അല്ലാത്ത കേബിൾസ് ഓടിക്കാൻ പാടില്ല. പിന്നെ പറയുന്ന DBകളെ പറ്റിയാണ്. അതായത് ഇത് ആക്സസിബിൾ ആയിട്ടുള്ള ടെസ്റ്റിങ്ങിന്, ഇൻസ്പെക്ഷന്, മെയിൻ്റെനൻസ്, റിപ്പയർ, ഇതിന് ആക്സസിബിൾ ആയിട്ടുള്ള ഏത് സ്ഥലത്തും നമ്മൾ DB വയ്ക്കാൻ പറ്റും. ഓരോ ഫ്ലോർസിൽ വെക്കേണ്ടി വരും. എവിടെ വയ്ക്കാൻ പാടില്ലാത്തുള്ള കേസുകൾ എഴുതിയിട്ടുണ്ട്. MDBs, SMDBs ഓർ ഫൈനൽ DBs ഷാൽ നോട്ട് ബി ഇൻസ്റ്റോൾഡ് പറഞ്ഞാൽ എവിടെ ബാത്റൂം, ടോയ്ലറ്റ്, പെറ്റായിട്ടുള്ള ലൊക്കേഷൻസ്, ബെഡ്റൂം, കിച്ചൺ, സിങ്ങിൻ്റെ മുകളിൽ, സ്റ്റോർ റൂംസ്, ആംബിയൻ ഡിസൈൻ കണ്ടീഷനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ, ഹസാർഡസ് ആയിട്ടുള്ള ലൊക്കേഷൻ, സ്റ്റെയർ കേസിന് താഴെ മുതലായ സ്ഥലങ്ങളിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മെയിനായിട്ട് എന്താ വേണ്ടത്, ഐസൊലേഷന് വേണ്ടിയുള്ളൊരു മെയിൻ ഉണ്ടാവണം. ഒരു ഇൻകമർ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വേണം. പിന്നെ ഓരോ സർക്യൂട്ട് ബ്രേക്കർ കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് അതിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി മറ്റേ അതിൻ്റെ DB ഷെഡ്യൂളൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചല്ലോ ഇതൊരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. SMDB ആണ് ഏറ്റവും അടിയിലുള്ളത്, ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം. എന്നിട്ട് അതിൽ ഏറ്റവും ബാക്കിയുള്ള ഓരോ ഫ്ലോറിലും DBകൾ, മെയിൻ DB അതിൻ്റെ സബ് DBs ആണ് കാണിച്ചേക്കുന്നത്. ഓരോ ഫ്ലോറിലുള്ള DB അവിടെയുള്ള സർക്യൂട്ടുകൾ മാത്രം ചെയ്യുക. സ്റ്റെയർ കേസ് പോലത്തെ സ്ഥലങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ അതിനൊക്കെ കോമൺ ഒരു DB വെച്ചിട്ട് അത് വേണം അതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. മൾട്ടി കസ്റ്റമർ ഇൻസ്റ്റലേഷൻ ഉണ്ടെങ്കിൽ ഓരോ കസ്റ്റമർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള DB വേണം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ DBയിലേക്കുള്ള കേബിളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻകമിങ്, ഔട്ട് ഗോയിങ് ഏതൊക്കെയാണെന്നുള്ളത് ചെയ്യണം. മാക്സിമം 2 മീറ്റർ, മാക്സിമം അതിൻ്റെ ഹൈറ്റ് 2 മീറ്ററിൽ ഒതുക്കണം. ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ചോളൂ. ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് മാക്സിമം 2 മീറ്ററാണ് അതിൻ്റെ ടോപ്പിലേക്ക് പാടുള്ളൂ. ഓക്കെ, അതാണ് SMDBസിൻ്റെ കാണിച്ചേക്കുന്നത്. നമ്മൾ LV പാനൽസ് 1600 മുകളിൽ വരികയാണെങ്കിൽ ഫോം 4 ടൈപ്പ് മേടിക്കാം. ഫോം 4 എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഫോമിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഫോംസ് ഓഫ് പാനൽ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു.